ഇത് നിസർഗ ഹോം സ്റ്റേ ആണ് കേട്ടോ. ഞാനിവിടെ കണ്ടതിൽ വെച്ച് അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ഇത് മാത്രമാണ്. ഇവിടെ താഴത്തെ ഫ്ലോറിലും മുകളിലത്തെ ഫ്ലോറിലും ഒക്കെ റൂംസ് അവൈലബിൾ ആണ്. ഇപ്പം ഗ്രൂപ്പായിട്ട് വന്നവരും ഫ്രണ്ട്സായിട്ട് വന്നവരും സിംഗിളായിട്ട് വന്നവരൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള റൂമിലേക്ക് പോകുമായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്കിവിടെ വെച്ച് കിട്ടിയ എൻ്റെ കമ്പാനിയനായിരുന്നു ഷിഫ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് റൂം ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഞങ്ങളെടുത്ത് റൂം അപ്സ്റ്റെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ ഇങ്ങനെയാണ്, ഒരു കോമൺ ഹോൾ ഉണ്ട്. ഹോളിന് ചുറ്റും 4 റൂംസാണ് മൊത്തത്തിലുള്ളത്. ഇത് ഓരോന്നും 2 പേർക്ക് 3 പേർക്ക് 4 പേർക്ക് 5 പേർക്ക് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന സിംഗിൾ ബെഡ്സ് ഉള്ള റൂമാണ്. അറ്റാച്ച്ഡ് റൂംസ് ആണ്. പക്ഷെ ഞാനും ഷിഫയും എടുത്തിരിക്കുന്നത് ആക്ച്വലി കപ്പിൾ റൂമാണ്. അതായത് അതൊരു ഡബിൾ കോട്ട് ബെഡായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നത്. ഈ റൂമിന്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടി വീടുകൾ കാണാം കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കാൻ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു നീറ്റ്നെസ് ആണ്. എക്സ്ട്രാ ക്ലീൻ ആൻഡ് നീറ്റാണ്. നമ്മൾ ഒരിക്കലും ഒരു ഹോം സ്റ്റേയിൽ പോയി കഴിഞ്ഞാൽ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഉള്ള ഫെസിലിറ്റീസ്. ഭയങ്കര ലക്ഷൂറിയസ് ഫെസിലിറ്റീസ് ഒന്നും അല്ല, പക്ഷേ ഉള്ള ഫെസിലിറ്റീസ് എക്സ്ട്രാ ഡീസൻ്റ് ആൻഡ് നീറ്റാണ്. അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയിൽ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചത് ഇവിടെ ഇരുന്നാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡ് ഞാൻ വന്ന ദിവസം ലഞ്ച്, ഡിന്നർ, അതേപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഒക്കെ ഇവിടെ നിന്ന് കഴിച്ചു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അതായത് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ടേസ്റ്റ് അല്ല, മലനാട് ടേസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും മടുപ്പ് തോന്നാത്ത, വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ അഗുംബയിൽ വരുന്നവർ ഈ ഒരു ഹോം സ്റ്റേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ അടുത്തൊരു സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അഗുംബയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.